ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഇൻ്റർനെറ്റ് കഫേയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ തന്നെ കട തുറന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കസ്റ്റമറെല്ലാം കുറച്ച് കൂടുതലാണ് ഗായ്സ്. നമുക്ക് നല്ലോണം കിട്ടിയത്. ഇവിടെ നിന്നാണ് പ്രശ്നം. ആരാണ് ഇതെല്ലാം തട്ടിത്തായിട്ടിനി? എല്ലാവരും തട്ടിത്തായിട്ടിന് ഗായ്സ്. ഇവന്മാരെ പരിപാടി ഇതെല്ലാം തട്ടിത്തായിടുന്നു. ഇവർക്ക് മര്യാദയ്ക്ക് ഗെയിമും കളിച്ച് പൈസ നിന്ന് പോയപ്പോൾ ഇതെല്ലാം തട്ടിയെന്ന് ബഡി ഫൂൾസ്. നമ്മൾ ഇതെല്ലാം ശരിയാക്കട്ടെ. ഇത് ഇങ്ങനെ വെക്കണം. ഇതെല്ലാം തട്ടിയിട്ട് വരുമോ? ഇവർക്ക് വേറെ പണിയില്ല. വെറുതെ കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഇവർക്ക് കളിച്ച പൈസ മാത്രമല്ല കൊടുക്കണം. PC-ൻ്റെ ഒന്നും പൈസ കൊടുക്കണ്ടല്ലോ. ഇന്ന് ചെയ്യാന്ന് ഇവരെല്ലാം. അപ്പം നമ്മളിന്ന് കുറച്ച് നേരത്തെ തന്നെ കട തുറന്നുകൊണ്ട് കുറച്ച് ആൾ നേരത്തെ കിട്ടുമല്ലോ. നമ്മൾ കിടക്കേണ്ട സമയം അതിന് തൊട്ട് മുമ്പേ ആൾക്ക് കിട്ടും. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എന്തെങ്കിലും സാധനമുണ്ട്. അവിടെ എന്തോ കാണിക്കുന്നുണ്ട്. എന്താണ് ഗൈസ്? ഇത് ബാറാ. ഡാൻസ് കളിക്കും. ഇവിടെ എന്തെങ്കിലും ഗെയിം കളിക്കാൻ പറ്റുമോ ഗൈസ്? നമുക്ക് നോക്കണല്ലോ. എന്നാ ചാർന്ന് വെറുതെ എന്താണ് ഗെയിം കളിക്കാൻ പറ്റുമോ? നമുക്ക് വേറെ സ്ഥലത്ത് പോയി. ഇത് ബാറാണ്. നമുക്ക് തിരിഞ്ഞു. വേറെ എന്തോ സ്ഥലമുണ്ട് അങ്ങോട്ട്. എന്താണ് നോക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? പോയി നമ്മളെ അപ്പാർട്ട്മെൻറ്റ്. വേറെ ഒന്നുണ്ടല്ലോ. കഫേ വേറെ ഒന്നുമില്ല അല്ലേ? വേറെ ഒന്നുമില്ല കൈസ്. ഇത്രയേ ഉള്ളൂ. ബാറ്, നമ്മളെ കഫേ, അപ്പാർട്ട്മെൻറ്റ്. വേറെ ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഇടാം. എൻ്റെ ഇതെന്നാ ഇവരെന്നാ കൈസ് ഇങ്ങനെ? ഏതാവന ചേരി ബോഡി കാണുന്നത് നിർത്തിനോട്. ഇതെല്ലാം ചെയ്യുന്നല്ല അടിച്ച് കീർക്കള ബോഡി കാണെ. ഒന്നാണ് ഇവർ ഇങ്ങനത്തെ പരിപാടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിൽക്കും. ഒരു ബാറ്റും പിടിച്ച് ഏതാണെ തട്ടിയിരുന്നത് കാലി അടിച്ച് പൊളിക്കാം. ശരിയല്ലേ? ആരെങ്കിലും വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ ചേച്ചി അവിടെയാണ്. ഈ ചേച്ചി ആർക്കേഡ് മെഷീൻ അല്ല. ഈ ചേച്ചി അവിടെ മഴ കളിച്ചിട്ട് അനക്ക് വന്നത് ഇവൻ എണീച്ചിട്ട് ഇതാ ഈലൂട്ട പോവാണ്ട് ഓനെ ഈലൂട്ട പോവായിരിക്കും. അങ്ങനെയായിരിക്കും വീഴുന്നുണ്ടാവും. എന്തിനാണ് ഇത്ര സ്പേസ് ഉണ്ടായിട്ട് ഓൻ ഈലൂട്ട് തന്നെ പോകണം? കഴപ്പ് കൂടുതൽ. അപ്പോൾ നമ്മൾ കഫേക്ക് പേരിടാൻ മറന്നു വയസ്സ്. അതുകൊണ്ട് പിന്നെ തിരിച്ച് പേരിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ മൈ കഫേ അത് പറ്റില്ലല്ലോ. മൈ കഫേനാണല്ലോ. അപ്പോൾ അത് പ്രശ്നമില്ല. അതേപോലെ മാന്യം മര്യാദ നടന്നു പോയിക്കോളൂ. ഓക്കെ. അപ്പോൾ ഓന് മാന്യം മര്യാദയുണ്ട്. ബാക്കിയൊക്കെ തണ്ടികൾക്ക് മാന്യം മര്യാദകളില്ല. അപ്പം നമുക്ക് കുറച്ച് പൈസ ബില്ലെടുക്കാം. പിന്നെ ഇത് ഓണാക്കിയിട്ടിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് മാറ്റ പൊട്ടൻ അതിനകത്ത് കയറിപ്പോയിട്ടുണ്ട്. അവിടെ തല അടിച്ച് പൊളിക്കണം. അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ അവനെല്ലാം തട്ടിയിട്ട് ഇവനാണ് ഇവനെ തല അടിച്ച് പൊളിക്കണം. ഓള് എണീച്ചിട്ട് പോയി. മൗസ് ശരിയില്ല. ഓൻ വന്നിട്ട് തട്ടിയിട്ട് ഓളെടുത്ത് പോയിട്ട് അതുകൊണ്ട് ഓള് എണീച്ചിട്ട് പോയി. ഇതും കൂടെ എടുത്തിട്ട് നേരെ വെക്കാം. അപ്പം അങ്ങനത്തെ ആളെല്ലാം വരുമ്പോൾ അടിച്ചിടുക. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ ആൾ ലെവൽ ഡെവിൽ കളിക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. കുറേ ആളല്ല, 1 2 3 ആൾ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാൻ നോക്കാം ഗൈസ്. ഏറ്റവും കൂടുതൽ ശനി ഞായർ ഇടാനാണ് വിചാരിച്ചത് ഈ വീഡിയോ. പിന്നെ സമയം കിട്ടിയോണ്ട് ഇട്ടതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ നോക്കാം. നമുക്ക് ബില്ലെല്ലാം അടക്കാം ഗൈസ്. ഇപ്പോൾ ബില്ല് എത്രയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അടക്കണം. ബില്ല് ഇത്ര അടക്കാം. ഈ പൈസ ഇത് കൊടുക്കാം. എല്ലാം കൂടി എത്രയാവും? ഇത്ര പൈസയിലടക്കേ. റൈറ്റിംഗ് ഉണ്ട്. റൈറ്റിംഗ് മെസ്സേജ്. ഇത് മറ്റേ കിച്ചൺ കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞാലേ പറ്റും. അടുത്ത റേറ്റിംഗ് വന്നത് ഇതാ ഏറ്റവും വലിയ റേറ്റിംഗ്. ഐ ലവ് ദീസ് റിട്രോ ഗെയിം മെഷീൻസ്. അത് നല്ല വലിയ റേറ്റിംഗ് ആണ്. 4.29 അതാണ് ഏറ്റവും വലിയ റേറ്റിംഗ് ഗൈസ്. അപ്പോൾ നമുക്ക് റേറ്റിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ച് ബില്ലടക്കേണ്ട പൈസ ഉണ്ട്. നമുക്ക് ബില്ലടിച്ചേക്കാം. എന്നിട്ട് പിന്നെ അടുത്ത പൈസ ഫുള്ള് നമുക്ക് ഇതാക്കാം, സാധനം വാങ്ങാം. അല്ലേ കട കൂട്ടി ബില്ല് എല്ലാം കൂടി ഇത്രയും ബില്ല്. അപ്പോൾ അത്രയും ബില്ല് നമ്മൾ അടിച്ചിട്ട് എല്ലാ ഗായ്സ് പിന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഇന്നലെ വീഡിയോ ഒരു PC-യും പിന്നെ PC അല്ല CPU വേറെ എന്തോ ഒരു ടേബിളാണ് എന്തോ വാങ്ങി. അതിപ്പോൾ കാണുന്നില്ല. കള്ളം കൊണ്ടുപോയി തോന്നും. വലിയ പൈസയുടെ സാധനം ഗായ്സ്. അത് പോയി. കള്ളൻ അതിന് കണ്ടാൽ അടിച്ചിടാം. ഇനി അത് ബാറ്റ് കൊണ്ടേ അടിക്കാൻ പറ്റും. കൈ കൊണ്ട് അടിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇതാക്കിയാൽ എല്ലാം അടിച്ചിടേ. ഇതിപ്പോൾ ബാറ്റ് എടുക്കാൻ പോയി അവൻ തിരിച്ചാൽ മറക്കണമില്ല. പിന്നെ PC എന്തെങ്കിലും തട്ടി മറിച്ചിട്ടാ ഇല്ല. ബാക്കി ഇനി വരുന്ന പൈസക്ക് ഫുള്ള് നമ്മൾ സാധനം വാങ്ങാം. നമുക്ക് അടുത്തതായിട്ട് വാങ്ങേണ്ട ഒരു PC സാധനം കൂടി വാങ്ങാം. അത് നമുക്ക് ഇങ്ങനെ ഇടാനാ. ഒന്നിക്ക് നമുക്ക് ഇങ്ങനെ ഇടാം. എന്നിട്ട് വീഡിയോ ഇങ്ങനെ ഇടുക, വീഡിയോ ഇങ്ങനെ ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമായിട്ട് ഒരു PC മാത്രമായിട്ട് ഇടുക ഗൈസ്. ഈ ഗ്യാപ്പിൽ നമുക്ക് ആർക്കിനേഷനെല്ലാം കുത്തിക്കറ്റാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺസോൾ സെറ്റ് ചെയ്യാം. കൺസോൾ ഇനി ഫ്യൂച്ചർ സംഭവമാണ്. പൈസ കിട്ടിയാലാവും. അപ്പോൾ അങ്ങോട്ട് പൈസ കിട്ടട്ടെ. പിന്നെ വേറെ ഒരു പറയാറില്ല പോലീസ് ഒന്നും ഈ ഗെയിമിൻ്റെ അകത്ത് നമുക്ക് തിരിയുന്നില്ല. പോലീസ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതൊന്നുമില്ല. ഇവൻ പിന്നെയും കയറിപ്പോണ ബാറ്റോട് പോയി. ബാറ്റോടെ ബാറ്റ് ഇവിടെ ഉണ്ട്. ബാറ്റ് എടുത്താണ് അടിക്കണം. ഇവിടെ വന്നിട്ട് എന്ത് പരിപാടിയാണ് കണ്ടവൻ തട്ടി. ഇവനാണ് ആടുന്ന് അടിച്ചതോ തട്ടിപ്പോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നവരെ വെയിറ്റ് ചെയ്തത്. പിന്നെയും ഇതന്നെ. ഓക്കെ, ഓനാണ് ഈ ബോഡി ഗാർഡ് ശരിയാക്കും. ഇതൊന്ന് സെറ്റാക്കണം. എന്ത് ചെയ്യാൻ മര്യാദയ്ക്ക് പൈസ ഉണ്ടാക്കാനും പറ്റൂല. എന്ത് ചെയ്യാണ്? ഓനൊന്നും എത്ര കിട്ടാനും പഠിക്കൂല. ഓനിപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ ആടുന്ന റീസ്പോൺ ആയിട്ട് എന്തിനാണ് കടയൊക്കെ ഈ ബോഡി ഗാർഡ് ഓനൊന്നും അടിക്കുന്നില്ല. പിച്ചക്കാരനല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ട്. ബോഡി ഗാർഡ് അങ്ങനെ ഒന്നും നോക്കണ്ട. അടിച്ചോ ആരോ വണ്ടിക്ക് അടിച്ചോ എന്നും പറഞ്ഞ എൻ്റെ കസ്റ്റമർ അടിക്കേ. ബോഡി ഗാർഡ് പോകുന്നെങ്കിൽ ആൾക്കാണെന്ന് വാങ്ങിക്കോ. എൻ്റെ തലക്കടി മര്യാദക്ക് ആളെല്ലാം അടിച്ചോളാം. കുറച്ച് പൈസ കയ്യിലുണ്ട്. നമുക്ക് ഒന്നാ വാങ്ങാൻ പറ്റും നോക്കാം. ആദ്യം നമുക്ക് PC വാങ്ങാം. PC മീൻസ് കമ്പ്യൂട്ടർ. നമുക്ക് ആടെ ലാപ്ടോപ്പ് സെറ്റ് ചെയ്യാം. PC വേണ്ട, നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ട്. ലാപ്ടോപ്പ് എൻ്റെ മോനെ ലാപ്ടോപ്പിന് അത്ര പൈസ. ഇത് വാങ്ങാം. നമുക്കൊരു ഓൾഡ് വാങ്ങിയാൽ ഓൾഡ് ഫസ്റ്റിന് ഓൾഡ് ഒന്നും വേണ്ട. ഇത് ഓർഡർ ചെയ്യാം. പിന്നെ മൗസ് നമുക്ക് ഇത് ഓർഡർ ചെയ്യാം. പൈസ കീബോർഡ്
കീബോർഡ് ഏത് ഓർഡർ ചെയ്യാം? ഇത് ഓർഡർ ചെയ്യാം. എൻ്റെ പൈസ അപ്പോൾ പൈസ അടുത്ത പൈസ ആയിട്ട് നമുക്ക് അത് രണ്ടും ഉണ്ട്. അടുത്ത ഈ സാധനം വന്നിട്ടില്ലേ? ഒരു സാധനം വന്ന് ഇത് നമുക്ക് ഉള്ളിലെടുത്ത് വെക്കാം, അല്ലെങ്കിൽ കള്ളം വന്നിട്ട് കൊണ്ടുപോകും, പുറത്തുനിന്നെല്ലാം കൊണ്ടുപോകും. അങ്ങനത്തെ ടൈപ്പാണ്. സാധനം അടുത്ത സാധനം മൗസ്. ലൈറ്റ് ഇടാൻ പറ്റുമോ? ലൈറ്റ് ഇട്ടിട്ട് തന്നെയല്ലേ ഇവ ഓനാ കൊണ്ടുപോകും. അപ്പോൾ അടുത്ത നമുക്ക് റേറ്റിംഗ് എത്ര വന്നതിനെന്നുള്ളത് നോക്കാം. റേറ്റിംഗ് നമുക്ക് റേറ്റിംഗ് ഇങ്ങനെ പകുതി ഇതായിട്ട് എന്ത് ഗ്ലിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല റേറ്റിംഗ് ആയി. ഇത് ഒന്നാമത്തെ നല്ല റേറ്റിംഗ്. രണ്ടാമത്തേത് ഏതാ? 4.26. അതന്നെ സെയിം ഡയലോഗ് തന്നെ പറഞ്ഞ എല്ലാവരും. ഇത് പറഞ്ഞ ഇറ്റ്സ് എ റിയലി എലൈറ്റ് എൻവയോൺമെൻറ്റ് ഹോംലെസ് ഗെയിം അങ്ങനെ എന്തോ പറഞ്ഞാണ് ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത ബില്ലെടുക്കണം. ഇതെന്നാണ് ബില്ലിൻ്റെ പൂര. ഇത് നമുക്ക് നോക്കാം. ഇത് ബോഡി ഗാർഡിൻ്റെ ഗൈസ്. നമുക്ക് കുറച്ച് മറ്റേ ഗെയിം കളിച്ചാലോ? അയ്യോ 100 തൊട്ട് കിട്ടില്ല. നമുക്ക് 50 കളിക്കാം. ഒരു 5 കളി 5 പൈസ ഇട്ടില്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ കിട്ടി. പൈസ കിട്ടി. ഇവിടെ റോങ് കാണിച്ച 100 കിട്ടി. മൂന്നാമത്തെ അത് കിട്ടിയില്ല. കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു റോങ് കാഴ്ച. ഈ നാലാമത്തത് ഞാൻ ലാസ്റ്റ് ട്രൈ എന്നാ ഗൈസ് കളിയെന്ന് അറിയാമോ? ഈ ഒരേ സ്ഥലത്ത് ഒരേ നമ്പർ വരണം. അപ്പോൾ നമുക്ക് അടിക്കും. 100 വന്നിട്ടുണ്ട് 100. അപ്പം നമുക്ക് 2 പ്രാവശ്യം കിട്ടി ഗൈസ്. അപ്പം അടുത്ത കുറച്ച് പൈസ ആയിട്ടുണ്ട്. അവിടെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അടുത്ത എന്നാ വാങ്ങണ്ടേ? കമ്പ്യൂട്ടറും മൗസും വാങ്ങി. ഇനി കീബോർഡ് വാങ്ങാം. ഇത് വാങ്ങാം. ഇതെത്ര 800 അത് ഹാക്കായി ഗൈസ്. നമ്മളെ പൈസ 1019. അപ്പോൾ ഹാക്കായിട്ട് പൈസ പോകുന്നുണ്ടോ നോക്കണം. അന്ന് പോയതുപോലെ നമുക്ക് തോന്നി. കാരണം 1000 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 500 ആയിട്ടായിരുന്നു ഗൈസ് കണ്ടത്. പോയതുപോലെ നമുക്ക് പൈസ പോകണോ നോക്കണം. എനിക്കൊന്ന് സംശയമാണ്. ഞാൻ വിചാരിച്ച് പോയതായിരിക്കും. അതാ പോയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് നമുക്ക് 200 അല്ല 500 ആയി. 5 4 വേഗം പൈസ പോകുന്നുണ്ടോ നോക്കണം. ഇല്ല പൈസ ഒന്നും വേണ്ട. ഓ ഗൈസ് അത് ഹാക്ക് എങ്ങനെ ആവും? മറ്റേ ക്രിപ്റ്റോ ഇല്ലേ, ബിറ്റ് കോയിൻ പോലത്തെ സംഭവം. അത് ചെയ്തതിന് ശേഷം അത് ഹാക്ക് അയക്കാൻ അത് കൊണ്ടുപോകും. നമ്മൾ പൈസ കൊണ്ടുപോകില്ല. അതെത്രയാണോ അത് അവർ ബിൽച്ചെടുക്കും. അപ്പം അതാണ്. അപ്പം നമുക്ക് ഈ 350 ഇത് വാങ്ങാം. അടുത്ത നമുക്ക് കീബോർഡായി മൗസായി ഇനി CPU വാങ്ങാം. CPU നമ്മളെപ്പം വാങ്ങുന്ന CPU ഇതാണ്. നമുക്ക് ഈ പ്രാവശ്യം ഈ 2000 വാങ്ങാം. പക്ഷെ 2000 വാങ്ങാൻ പറ്റില്ല. അപ്പം നമുക്ക് അത് വാങ്ങാം. അതിന് മുമ്പേ അത് വാങ്ങുന്ന മുമ്പേ നമുക്ക് ഇത് വാങ്ങാം. ചെയർ നമുക്ക് ഈ ഇത് വാങ്ങാം. ഈ 750 അതും വാങ്ങാൻ പൈസയില്ല. എന്ത് ചെയ്യണ പൈസ കേറാത്തെ? നമുക്ക് ഈ PC ഇത് കൊടുക്കാം. ഇത് ഹെഡ്സെറ്റ് ഇത് കൊടുത്തേക്കാം.
പിന്നെ രണ്ടിന് ടേബിളും ഇതും വാങ്ങിയാൽ മതി. ടേബിൾ നമുക്ക് ഏത് വാങ്ങാം? നമുക്ക് ഇത് വാങ്ങാം 1000-ൻ്റെ. അപ്പോൾ അതിൻ്റെ പൈസ ആയിട്ട് നമുക്ക് നമ്മൾ ഉറങ്ങേണ്ട സമയം തോന്നി. അപ്പം നമുക്ക് ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മളെ കട ക്ലോസ് ചെയ്യാണ്ട് ഉറങ്ങിയിട്ട് വരാം. അപ്പം നമുക്ക് നൈറ്റ് അവർ പൈസ കൊടുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ഉറങ്ങും, അവിടെ കട നടന്നുകൊണ്ടിരിക്കും. ആളുകൾ ചെയ്യും, ഗെയിം കളിക്കും, പോകും. പൈസ നമ്മളെ തന്നില്ല ബോഡി അടിച്ചാൽ ഉറക്കിക്കോളും. നമ്മളെ റൂം ഇതെല്ലാം നമ്മളെ റൂം ഇതാണ്. ഉറങ്ങാം. ഉറങ്ങി. രാവിലെ എത്ര വേഗം രാവിലെയാണ്. 8:30 നമ്മൾ എണീക്കുന്നത്. എനിക്കെന്താ 7 മണിക്കെല്ലാം എണീച്ചാൽ. അപ്പം നമുക്ക് നേരെ കടയിലോട്ട് പോകാം. നമ്മൾ തിന്നാലൊന്നുമില്ല. നമ്മളിവിടെ ഒറ്റ കടയിൽ പോകാം. അപ്പോൾ നേരെ നമുക്ക് കഫേയിലോട്ട് വിടാം. കഫേ എന്തെങ്കിലും ആയാ? ആൾക്കാരെല്ലാം ബോംബിട്ട് പൊട്ടിച്ച ആൾക്കാരോ പെട്ടെന്ന് കച്ചറെല്ലാം വന്ന് ഇരുന്ന ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാം. വൃത്തിയാക്കട്ടെ. എന്താ ആൾക്കാർ ഇവിടെ കിച്ചൺ കമ്പാർട്ട്മെൻറ്റാണെങ്കിൽ ഇതിനങ്ങാട്ടി അപ്പുറമായിരിക്കുമല്ലോ. ഇത് പുറത്തുനിന്നെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് തിന്നു. അപ്പം നമ്മൾ കിച്ചൺ കൂടി ആക്കി അതും തിന്ന് പേടി. നമ്മൾ വാങ്ങിയ സാധനമെല്ലാം ഇവർ കൊണ്ടുപോയാ? ഇല്ല വാങ്ങി എല്ലാം എടുക്കട്ടെ, അല്ലെങ്കിൽ ഓണം വന്നിട്ട് കൊണ്ടുപോകും. സാധനം പോയി. കൈസായി സാധനം കാണുന്നില്ല. ക്ലിച്ച് എൻ്റെ പൈസയും പോയല്ലോ. ഇപ്പോൾ നമുക്ക് നോക്കാം. അത് ഹെഡ്സെറ്റാണെന്ന് തോന്നുന്നു കൈസ് പോയത്. ഇങ്ങനെ പറയണം. അതിൻ്റെ സാധനം പോയി. നമുക്ക് ഈ ബിൽഡിങ്ങിന് അപ്പുറം പോകാൻ പറ്റുമോ? നമുക്ക് അവിടെയായിട്ട് എത്തിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, പോകാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഹെഡ്സെറ്റ് പോകാം. എന്ത് ഗെയിമാണ് ഗൈസ് കളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ കിട്ടുമോ? അത് പോട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.